ഗൈസ്, നല്ല കഞ്ചാവ് അല്ലെങ്കിൽ നല്ല കിടിലൻ ഡ്രഗ്സ്, ഇത് ഏതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്ന് പറയണം ഇതിൽ ഏതാ നല്ലതെന്നുള്ള കാര്യം. അത് മാത്രമല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ എന്തായാലും പെട്ടു. പക്ഷെ ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളെ തടയില്ല. പക്ഷെ ഇതൊരു ഉപയോഗിക്കാത്ത ആളുകളെ ദയവേത് ഇതിലേക്ക് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്പനി വേണമെങ്കിൽ നിങ്ങൾ വലിച്ച് ശീലമുള്ള അല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കമ്പനി പിടിക്കുക. അല്ലാതെ ഉപയോഗിക്കാത്ത ആളുകളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നാട്ടിൽ നിന്നൊക്കെ +2 ഒക്കെ കഴിഞ്ഞ നിരവധി ആളുകളാണ് പിള്ളേരെ പഠിക്കാൻ UK വന്നിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ എല്ലാത്തിനും ഫ്രീഡം ഉണ്ട്, മാതാപിതാക്കളോ ബന്ധുക്കളോ ആരും അടുത്തുമില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, ആ സമയത്ത് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ഒരു പ്രായത്തിൽ, അത് ഇവിടെയാണ് ഇതിനൊക്കെ ഒത്തിരി കണക്ടിവിറ്റിയും ഒത്തിരി സാധ്യതകളുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഇവരൊക്കെ രസത്തിനായിരിക്കും നിങ്ങളൊക്കെ ഒന്ന് പറയുമ്പോഴേക്കും ഒന്ന് ചുമ്മാ ട്രൈ നോക്ക്. ഇതൊക്കെ ട്രൈ ചെയ്തില്ല ജീവിതത്തിൽ എന്താണ് വിലയുള്ള ലൈഫ്, മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ലൈഫ് പൊളിക്ക്, ഇത് അടിപൊളിയാണ് മച്ചാനെന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ, ചിലപ്പോൾ ഒന്ന് രസത്തിന് ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കാം. പക്ഷെ അവിടെ അവർ പെട്ടു. അങ്ങനെ പലരും പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഒത്തിരി ആളുകൾ ഇഷ്ടംപോലെ ലക്ഷങ്ങൾ, 40-50 ലക്ഷങ്ങളൊക്കെ ലോൺ എടുത്ത് പഠിക്കാൻ വന്ന് 2-3 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് കയറി പോകേണ്ട അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. പല വിദ്യാർത്ഥികളുടെയും അവസ്ഥ വന്ന വിദ്യാർത്ഥികളുടെ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പെട്ട ഒത്തിരി പേരുണ്ട്. ഇവിടെ NHL മറ്റും ജോലിക്ക് കയറിയ നിരവധി ആളുകൾ ഇതുപോലെ ഓരോ അവസ്ഥകൾ വന്നിട്ട് ജോലി പോയി നാട്ടിൽ തിരിച്ചു പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് ഇത് ഉപയോഗിച്ച് ശീലമില്ലാത്ത ആളുകളെ ദയവ് ചെയ്ത് നിങ്ങൾ പ്രലോഭിപ്പിക്കരുത്. ഇത് വലിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇത് കഴിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇത് കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങൾ അവരെ പഠിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പാഴാക്കിക്കൊള്ളുക. പാഴാക്കാൻ താല്പര്യമില്ലാത്തൊരു ജീവിതം വെറുതെ നശിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ +2 കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പഠിക്കുവാൻ വിടുന്ന മാതാപിതാക്കളും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ലോകത്തേക്ക്, പണ്ട് മംഗലാപുരത്തേക്കോ ഡൽഹിയിലേക്കോ ബാംഗ്ലൂരൊക്കെ വിടുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് UK ഓസ്ട്രേലിയയിലേക്കും കാനഡയ്ക്കൊക്കെ വിടുന്നത്. ഇതുപോലുള്ള സാഹചര്യത്തിൽ പോയാൽ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? അവർ സ്വയമേ നിയന്ത്രിക്കാൻ, സ്വയം പിടിച്ചു നിൽക്കാൻ അവർ പ്രാപ്തരാണോ എന്നുള്ള കാര്യം നിങ്ങളും ആലോചിക്കും.